നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മഴക്കാലത്തുണ്ടാകുന്ന സോക്കേടിനെ പറ്റിയാണ്. അപ്പോൾ ഓരോ വെതറിലും ഓരോ രീതിയാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തുലാവർഷം, പിന്നെ ഇടവപ്പാതി. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത വരുന്നില്ല. മറ്റേത് ഇടവപ്പാതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇടവപ്പാതിക്ക് തന്നെ വരും, തുലാവർഷം തുലാമാസത്തിൽ വരും. ഇപ്പം നമ്മുടെ കാലാവസ്ഥയെല്ലാം പല കാരണങ്ങൾ കൊണ്ട് മാറി. ഒന്നാമത് നമ്മുടെ പ്രകൃതി നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞു. പാറയെല്ലാം പൊട്ടിച്ചെടുത്തു, വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചു. ഇനി അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടാമിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധമായിട്ടുള്ള ആഹാരം. ഇത് 3 ഇല്ല. ഇത് ഏത് സീസണിലും ഇതുകൊണ്ട് വരാം. പ്രത്യേകിച്ച് മഴക്കാലത്തൂടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുക്കുകയും പൊളൂറിഡാണ്. അതിപ്പോൾ കിണർ വെള്ളമായാലും പുഴയിലെ വെള്ളമായാലും തടാകത്തിലെ വെള്ളമായാലും എല്ലാം പൊളൂറിഡാണ്. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും സിറ്റി പ്രദേശങ്ങളിലും കക്കൂസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇവർ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇതിനകത്തെല്ലാം തുറന്നു വിടുന്നത്. അപ്പോൾ നിറച്ച് ബാക്ടീരിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയിട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാകും. ഓർഗാനം, ഛർദിൽ, പ്രധാനമായിട്ട് കോളറ. അപ്പം ഇതെല്ലാത്തിനും നമുക്ക് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ആക്ച്വലായിട്ടില്ല. എന്നാലുണ്ട്. ഈ കെമിക്കൽ വെള്ളം തിളപ്പിക്കുന്നത് കൊണ്ട് കെമിക്കൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അതിൽ തന്നെ കാണും. ഉദാഹരണം നമ്മളിപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരം തന്നെ എടുക്കാം. ഇവിടെ ശുദ്ധജലം വരുന്നൊരു തടാകം ഉണ്ട്. പക്ഷേ അവരിതിനകത്ത് ഈ പെർമിറ്റഡ് പ്രിസർവേറ്റീവ്സ് പറഞ്ഞതുപോലെ ശുദ്ധീകരിക്കുന്നത് അനുവദിച്ചിട്ടുണ്ട്. അത് തന്നെ കെമിക്കലാണ്. എന്താണ് നമ്മളിപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്നില്ലേ? ഈ ക്ലോറിൻ എന്ന് പറയുന്ന എന്താണിത്? ഇത് ആക്ച്വലി ബ്ലീച്ചിങ് പൗഡറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രം അലക്കുന്ന അതിൽ നിന്ന് രൂക്ഷമായിട്ടുള്ളതാണ് ഈ ബ്ലീച്ചിങ് പൗഡർ. ഉദാഹരണം നമ്മളൊരു കറുത്ത ഷർട്ട് ഇതുകൊണ്ട് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളയായിട്ട് മാറും. അത്രയ്ക്ക് പവർഫുൾ കെമിക്കലാണ് നമ്മൾ ജലം ശുദ്ധീകരിക്കാൻ ഇടുന്നത്. പക്ഷേ ഇത് അനുവദനീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് അനുവദനീയമേ അല്ല. പിന്നെ നമുക്കൊരു സോക്കാൾഡ് അനുവദനീയമെന്ന് പറയപ്പെടാം. ആ വെള്ളം കുടിക്കുന്നത് തന്നെയും കുഴപ്പമാണ്. ഇപ്പോൾ ഉദാഹരണം, തിരുവനന്തപുരം സിറ്റിയിലെ ഒരു 5 അല്ലെങ്കിൽ 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് ഈ സ്റ്റഡിയുടെ കാര്യം, പിന്നെ ഒരു മെഡിക്കൽ സ്റ്റഡി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിലും. അപ്പോൾ വളരെ സെൻസിറ്റീവ് ഓർഗൻസ് ചെയ്ത് ഈ കെമിക്കൽസ് എല്ലാം അഫക്റ്റ് ചെയ്യും. പിന്നെ മിക്കവാറും ഉള്ള ആളുകൾക്ക് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ശുദ്ധജലം കിട്ടാത്തത് കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യണം, വെള്ളം തിളപ്പിച്ചെങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഇതിന് ഒരു ബാക്ടീരിയയൊക്കെ ഫിൽട്ടർ ചെയ്യാം. അത് ഫിൽട്ടർ ഹൈ ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്ററിന് ഏകദേശം ഒരു 10,000 രൂപ 15,000 രൂപ വരെ വില വരും. അത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കെമിക്കലാണെങ്കിൽ തന്നെ ഇത് കൂടെ ഇതിൻ്റെ ഫിൽറ്റർ മാറേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഈ പട്ടിണി പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇത് ആർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കും? വളരെ ചുരുക്കം ആളുകൾക്ക്. എന്നാലും പറ്റാവുന്ന ആളുകൾ അത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സഫർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മഴക്കാലത്ത് വരുന്നത് കോളറയാണ്. അത് ഈ ബാക്ടീരിയ, ഇത് ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അശുദ്ധ വെള്ളം കുടിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ അറിയാം, ഇവിടെ ഒരുപാട് തോടുകൾ ഇതെല്ലാം ഉണ്ട്. ഇതിനകത്താണ് ആളുകളുടെ കക്കൂസെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ സകല വേസ്റ്റുകളും ഇവിടെ നമുക്കൊരു വേസ്റ്റ് പ്രൊട്ടക്ഷനൊന്നുമില്ല. വേസ്റ്റ് തോന്നിയതുപോലെയാണ് അവർ ചെയ്യുന്നത്. അവർ എയർ പൊല്യൂഷൻ ഉണ്ടാക്കും, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കും, എല്ലാ പൊല്യൂഷനും ഉണ്ടാക്കും. ഇതിപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ തന്നെ ആണെങ്കിലും പ്രോപ്പർ രീതിയിലൊന്നും ഇത് ചെയ്യുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കുഴിച്ചു മൂടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അടുത്തുള്ള കിണറുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നെ മാലിന്യം മുഴുക്കി ആ കിണറിൽ വരും. അപ്പോൾ അതുപോലെ തന്നെ റബ്ബറൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അവർ റബ്ബറിന് ഈ ഇത് കെമിക്കലൊക്കെ തളിക്കും. അപ്പോൾ അതും ഉണ്ടാക്കും. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്
ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്ലോക്ക് ലക്ഷക്കണക്കിനുള്ളത് നമുക്ക് 10,000, 20,000, 30,000 അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്കകത്ത് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക.